നീ നോക്കത്താതൊരത്ത് കണ്ണു നട്ട് നോക്കി നിൽക്കുന്നത് എന്താ വെച്ചാൽ മീൻകാരനെ നോക്കിയിട്ടുള്ള നിപ്പാണ്ട. എന്നും രാത്രി വരുമ്പോൾ ഏട്ടൻ മീൻ വാങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് ഈ നിപ്പ് നിൽക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഇന്നലെ ഏട്ടൻ മീൻ കൊടുന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഞം തിന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീൻ വേണമല്ലോ. അപ്പോൾ മീൻകാരനെ നോക്കിയിട്ടുള്ള നിപ്പാണ്. മീൻകാരനാണെങ്കിൽ ഭയങ്കര ചാട. നമ്മൾ നോക്കി നിൽക്കുമെന്ന് അറിഞ്ഞു എന്ന് തോന്നുന്നു. ആ വഴി പോലും വന്നിട്ടില്ല. ഇപ്പോൾ നിന്നിട്ട് ഒരു കാര്യമില്ല, നിന്ന് കാലടയുന്നില്ലാതെ വേറൊരു ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും വെച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു, ഇന്നെങ്കിലും നമ്മളെടുത്തൊന്ന് ഉപയോഗിക്കൂ, എന്നും നിങ്ങൾക്ക് ഇറച്ചി മീനൊക്കെ അല്ലേ, ഇന്ന് കുറച്ച് വെജിറ്റേറിയൻ ആകുമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രിഡ്ജിൽ നിന്ന് ആ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് തട്ടിക്കുട്ടിയുടെ സാമ്പാർ അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ കുറച്ച് പരിപ്പും കഷ്ണങ്ങളൊക്കെ കൂടെ ഒപ്പം അങ്ങോട്ട് ഇട്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്തിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പച്ചക്കറി മാത്രമാകുമ്പോൾ നമ്മൾ എങ്ങനെ ഫുഡ് ഇറങ്ങാനാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ 2-3 കോഴിമുട്ടയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും ഒരു ഓംലേറ്റും കൂടെ ഉണ്ടെങ്കിൽ ആഹാ അന്തസ്സായില്ല. അപ്പോൾ പിന്നെ ആ പരിപാടി അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ മുട്ട വല്ലാതെ വേവുന്ന ഇഷ്ടമല്ല കേട്ടോ. ഒരു മീഡിയം വേവിൽ അങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അങ്ങനെ വേവാനും പാടില്ല എന്നങ്ങനെ വേവാതിരിക്കാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലാണ് ഫുഡ് അങ്ങോട്ട് എന്താ പറയുക സൂപ്പറാവുള്ളൂ. അപ്പോൾ എൻ്റെ കോഴിമുട്ട അങ്ങനെയും ബാക്കിയുള്ളവർക്ക് മറിച്ചിട്ടിട്ട് സാധാ പോലെയാണ് അടിച്ച് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ കോഴിമുട്ടയ്ക്ക് കുറച്ച് വേവ് കുറയൂട്ടെ. അതാണ് ഈ നടു മുറിഞ്ഞ് വീഴുന്നത്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് കോഴിമുട്ട ഉണ്ടാക്കാൻ അറിയായിട്ടാണെന്ന്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ടാറ്റാ ബൈ.